ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡെറിക് ജെൻലീസ് ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 4ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആദ്യമേ തന്നെ കഴിഞ്ഞ ആഴ്ച ഈ സീരീസിന്റെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാത്തതിൽ ക്ഷമാപണം നടത്തുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമുക്ക് കണ്ടത് അമാൻഡയും വോഗലും അപ്രത്യക്ഷമാകുന്നതാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വീണ്ടും വാൻഡിമോർ ആണ്. അവിടെ മേജിന്റെ ആളുകൾ രണ്ടുപേരെ തടവിലാക്കിയിരിക്കുകയാണ്. ഒരു ബീസ്റ്റിനെയും ഡെങ്ഡിമോറിലെ കാണാതായിട്ടുള്ള രാജകുമാരനെയും. അവന്റെ പേരാണ് ഫാർസൺ. മേജിന്റെ ആളുകൾ പരസ്പരം ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവരെ കൊല്ലാതെ വെച്ചിരിക്കുന്നതെന്ന്. കാണാതായ ഫാർസന്റെ പേരിലാണ് ഡെൻഡിമോറിലുള്ളവർ ഇംഗിൾനുക്കിലുള്ളവരോട് ദേഷ്യം വെച്ച് പുലർത്തുന്നത്. അതേപോലെ തന്നെ ട്രോസ്റ്റിനെ കാണാതായതിന്റെ പേരിലാണ് ഇംഗിൾനുക്കിലുള്ളവർ ഡെൻഡിമോറിലുള്ളവരോട് ശത്രുത വെച്ച് പുലർത്തുന്നത്. അവരിൽ ഒരാൾ പറയുന്നതും ഇത് തന്നെയാണ്. മേജ് എന്തുകൊണ്ടാണ് ഫാർസനെ കൊല്ലുവാൻ അനുവദിക്കാത്തതെന്ന്. കാരണം അവനെ കൊന്നാലും കാണാതായാലും റിസൾട്ട് സെയിം തന്നെ ആയിരിക്കുമല്ലോ. എന്നാൽ അവർ മേജിനെ കുറ്റം പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിക്ക് ഇഷ്ടമാകുന്നില്ല. അയാൾ അയാളുടെ രോഷം പ്രകടിപ്പിക്കുന്നതായിട്ടും കാണിക്കുന്നു. തൊട്ടടുത്തുള്ള പുഴയിൽ അമാൻഡയും വോഗലും പ്രത്യക്ഷമാകുന്നുണ്ട്. അവർക്ക് അവർ എവിടെയാണ് എത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. ബ്ലാക്ക് വിങ്ങിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ പ്രത്യക്ഷമായത് വാൻഡിമോറിലായിരുന്നു. ഏതോ മാന്ത്രിക ലോകത്താണ് തങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം അവിടെ ഉണ്ടായിരുന്ന ചന്ദ്രന് പോലും മുഖമുണ്ടായിരുന്നല്ലോ. ഡെറിക്കിനെ നോക്കുകയാണെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട വീട് പരിശോധിക്കുന്ന സമയത്ത് ഒരു തുരങ്കം കാണുന്നു. അതെന്താണെന്ന് നല്ലോണം നോക്കുന്ന സമയത്ത് അവൻ അതിലേക്കും വീണു പോകുന്നു. സൂസിയെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ അവൾ മൊബൈലിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മേജിനെ അവൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. മേജ് തന്റെ പുറകെയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ഈ മാജിക്കൽ സ്റ്റിക്കും ബുക്കും എല്ലാം എവിടെ നിന്നാണ് വന്നതെന്ന് അവൾക്ക് ഇതുവഴി മനസ്സിലാകുന്നുണ്ട്. ബോബ് ഇപ്പോഴും ഒരു അടിമയെ പോലെ അവളുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും സൂസിയുടെ മകൻ വന്ന് ഫോൺ ചോദിക്കുന്നു. എന്നാൽ ദേഷ്യത്തോടെ അത് ഇപ്പോൾ തരില്ല, തനിക്ക് ഇഷ്ടമുള്ളപ്പോഴേ തരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മകനെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. മകൻ അവിടുന്ന് ദേഷ്യത്തോടെ പോയി കഴിയുമ്പോൾ അവൾ ഞാനിത് നിനക്ക് തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ മാജിക്കൽ ബുക്കിൽ നോക്കി എന്തൊക്കെയോ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് 4 സ്ത്രീകൾ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം ആരോ ടീനയെ വിളിച്ചറിയിക്കുന്നതാണ്. നേരത്തെ സൂസി 4 സ്ത്രീകളോട് സംസാരിച്ചിരുന്നില്ലേ, ആ സ്ത്രീകൾ തന്നെ. സൂസി അവരുടെ നേരെ അവരുടെ മാജിക്കൽ സ്റ്റിക്ക് പ്രയോഗിച്ചു. പക്ഷെ അവരെ എന്താണ് ചെയ്തതെന്ന് മാത്രം കാണിച്ചില്ല. ടീന ആ വാർത്ത കേട്ട ഉടനെ തന്നെ ഒരുപാട് സന്തോഷത്തോടെ ഫാറയുമായിട്ട് ആ കേസ് അന്വേഷിക്കാം എന്ന് കരുതുന്നു. എന്നാൽ ഇവിടെ ജയിലിലുള്ളവരെ നോക്കാൻ ആരുമില്ലല്ലോ എന്ന് ഫാറ ചോദിക്കുന്നു. ടീന പറയുകയാണ് ഷെർലോക്കും മറ്റുള്ളവരും ഉടനെ തന്നെ ഇവിടെ എത്തും. അത് മാത്രമല്ല നമ്മൾ ഇതേപോലെ ഒരു പ്രാവശ്യം പോയ സമയത്ത് ഇവർ ജയിലൊന്നും ചാടിയില്ലല്ലോ. ഷെർലോക്കിനെയും ടോഡിനെയും നോക്കുകയാണെങ്കിൽ അവർ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. ടോഡ് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഡെറിക്കിനെ കാണുന്നില്ല. ഷെർലോക്കിനെയും വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഡെറിക്കിനെ കാണുന്നില്ല, അവൻ എങ്ങോട്ടാണ് പോയതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. എന്നാൽ അയാൾക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അവരെ അത്രയ്ക്ക് വിശ്വാസമായതുകൊണ്ടാണോ എന്നറിയില്ല. എയർ പുറന്തള്ളുന്ന ഗണ്ണ് ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നതെന്ന് ടോഡ് ചോദിച്ചപ്പോൾ എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാനാണ് എന്നാണ് ഷെർലോക്ക് പറഞ്ഞത്. വീണ്ടും ജയിലിൽ നോക്കുകയാണെങ്കിൽ ട്രോസ്റ്റിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ബാർട്ട് ഫുഡ് വേണോ എന്ന് ചോദിക്കുന്നു. അവൾ ജയിലിന് പുറത്തായിരുന്നു. അത് കണ്ട് പാൻഡോ ട്രോസ്റ്റ് നീ എങ്ങനെയാണ് പുറത്തു കടന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ബാർട്ട് അപ്പോൾ പറയുന്നുമുണ്ട് എന്നെ ആർക്കും തടവിലാക്കാനാകില്ല, അപ്പോ തന്നെയും പുറത്തു കടത്തോ എന്ന് പാൻഡോ ട്രോസ്റ്റ് ചോദിക്കുന്നുണ്ട്. പക്ഷെ ബാർട്ടിന് അതിന് സാധിക്കുന്നില്ല. അതിനുശേഷം ബാർട്ട് കൊടുത്ത ഡോണറ്റ് കഴിച്ചു കഴിയുമ്പോൾ പാൻഡോ ട്രോസ്റ്റിന് അത് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. അതിനുശേഷം അവൾ ഒരു കൈൻഡ് ആയിട്ടുള്ള സ്ത്രീയാണ്. താൻ ഈ ലോകത്തേക്ക് വന്നതിന് ശേഷം അവൾ മാത്രമാണ് കൈൻഡ് ആയിട്ട് പെരുമാറിയതെന്ന് പാൻഡോ ട്രോസ്റ്റ് പറഞ്ഞു കഴിയുമ്പോൾ ചിരിച്ചുകൊണ്ട് ബാർട്ട് പറയുകയാണ് അതിന് ഞാനൊരു ഡോണറ്റ് മാത്രമല്ലേ തന്നുള്ളൂ. അതിനുശേഷം പാൻഡോ ട്രോസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ വേറെ വേൾഡിൽ നിന്ന് വന്നതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ ബാർട്ടിന് ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നെ കാണിക്കുന്നത് അമാൻഡയും വോഗലും മേജിന്റെ നമ്മൾ നേരത്തെ കണ്ട ആളുകളുടെ കയ്യിൽ പെടുന്നതാണ്. അവരെയും പ്രത്യേകം കേജിലാക്കുന്നുണ്ട്. അവരുടെ വേഷവിധാനങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഏതോ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പേര് പറഞ്ഞ് അവർ ആ വിഭാഗത്തിൽ നിന്നുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ഞങ്ങൾ ആ വിഭാഗത്തിൽ നിന്നുള്ളതൊന്നുമല്ല, ഞങ്ങൾ സാധാരണ ആളുകളാണെന്നൊക്കെ അമാൻഡ പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമുണ്ടായുമില്ല. വോഗലിന് ഇപ്പോഴും നല്ലവണ്ണം നടക്കാനൊന്നും സാധിക്കുന്നില്ല. കാരണം പ്രീസ്റ്റിന്റെ കയ്യിൽ നിന്ന് വെടിയൊക്കെ കിട്ടിയിരുന്നല്ലോ. അതുകൊണ്ട് അവൻ വളരെ ടയേർഡ് ആയിരുന്നു. അമാൻഡ അവരോട് എത്രയൊക്കെ കെഞ്ചിയിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. അട്ടഹസി ചിരിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത്. ഫാർസിനാകട്ടെ കണ്ടിട്ട് നീ വാൻഡിമോർ എന്നുള്ളതല്ലോ എന്നൊക്കെ പറഞ്ഞ് അമാൻഡയോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അമാൻഡ അത്തരത്തിലുള്ള മൂഡിലൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് അവനെ തെറി പറയുന്നു. അടുത്തുണ്ടായിരുന്ന ബീസ്റ്റിനെ പോലെ പെരുമാറുന്ന പക്ഷിയെയും തെറി കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കാറിൽ പൊക്കൊണ്ടിരിക്കുന്ന ഷെർലോക്കിനെയും ടോഡിനെയുമാണ്. ടോഡിനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയാണ് ഷെർലോക്ക്. അമാൻഡയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അമാൻഡയോട് ടോഡ് നുണ പറഞ്ഞതും അതിനുശേഷം നടന്ന എല്ലാ കാര്യങ്ങളും ടോഡ് ഷെർലോക്കിനോട് പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഷെർലോക്ക് അമാൻഡ ഇപ്പോൾ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ടോഡ് അപ്പോൾ അവളെ അവസാനമായിട്ട് കണ്ടത് റൗഡി 3യുടെ കൂടെയാണ്. ഇതിനെല്ലാത്തിനും കാരണം ഞാനാണ് അവളെ ഇതിലേക്ക് വലിച്ചയച്ചതെന്നൊക്കെ പറയുന്നു. അവസാനം പറയുകയാണ് ഇപ്പോ അതിന്റെ പേരിൽ ബ്ലാക്ക് വിങ്ങും ഞങ്ങളുടെ
പുറകെയുണ്ട്. അപ്പോൾ ഷെർലോക്ക് അവന്റെ തോളിൽ തട്ടിയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അവർ ആ വീട്ടിലെത്തി കഴിയുമ്പോൾ ഡെറിക് അവിടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. കാരണം ഷെർലോക്കിന്റെ സൈക്കിൾ എടുത്തുകൊണ്ടായിരുന്നു അവൻ ഈ വീട്ടിലേക്ക് വന്നത്. ആ സൈക്കിള് പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അവൻ ഇത്രയും ദൂരം സൈക്കിൾ ചവിട്ടി വന്നതിൽ അവർക്ക് ശരിക്കും അതിശയം തോന്നുന്നു. അതിനുശേഷം ഡെറിക്കിനെ അന്വേഷിച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് അവിടുത്തെ ഫോൺ റിങ് ചെയ്യുന്നത്. അത് വർക്കിംഗ് ആണ് എന്ന് കാണുമ്പോൾ അവർക്ക് ശരിക്കും അതിശയം തോന്നുന്നുണ്ട്. 50 വർഷത്തിന് മുമ്പ് അത് കട്ട് ചെയ്തതാണ് എന്നാണ് അവർ കരുതിയത്. കോള് അറ്റൻഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മറുപുറത്തുനിന്ന് വിളിക്കുന്നത് ഡെറിക് തന്നെയായിരുന്നു. തന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോള് വഴിയാണ് താൻ ഇവിടെ എത്തിയതെന്ന് ഡെറിക് പറയുന്നു. പക്ഷേ കൃത്യമായിട്ട് അവൻ എവിടെയാണുള്ളതെന്ന് അവർക്ക് പോലും മനസ്സിലാകുന്നില്ല. പിന്നെ കാണിക്കുന്നത് കെന്ന് ഓരോരോ കാര്യങ്ങളും ഡീക്രിപ്റ്റ് ചെയ്ത് സർജന്റിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അവൻ അതെല്ലാം വായിക്കുന്നത് കേട്ട് അവന്റെ കണ്ണ് പൊത്താനൊക്കെ ശ്രമിച്ചിട്ട് സർജന്റ് പറയുകയാണ്, നീ അത് ക്രാക്ക് ചെയ്താൽ മാത്രം മതി, വായിക്കണ്ട. വായിക്കാതെ ഞാൻ ഇതെങ്ങനെ ചെയ്യാനാണെന്ന് കെന്ന് പറഞ്ഞു കഴിയുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ സർജന്റ് അതിനെ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം സർജന്റ് പറയുകയാണ്, നീ പ്രധാനമായിട്ടും അന്വേഷിക്കേണ്ടത് ഇവർക്ക് അപ്രത്യക്ഷനാകാനുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അപ്രത്യക്ഷരാക്കാൻ സാധിക്കുമോ എന്നാണ്. ഉടനെ കെൻ ആ ഫയൽസ് പരിശോധിച്ചിട്ട് പറയുകയാണ്, 4 കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അത് സാധിക്കും. അതെല്ലാം കേട്ട് സർജന്റ് ഒരുപാട് ടെൻസ്ഡ് ആകുന്നുണ്ട്, ഇതൊക്കെ നേരത്തെ അറിയാതെ പോയതിൽ. കെൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ സൂപ്പർ പവർ ഉള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നതെന്ന്? സൂപ്പർ പവർ ഉള്ളവരുടെ ഒരു ആർമിയെ തന്നെ ഉണ്ടാക്കി അമേരിക്കയുടെ ശത്രുക്കൾക്കെതിരെ പോരാടാനാണോ? സർജന്റ് അപ്പോൾ ഏതാണ്ട് അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് വേണ്ടി തന്നെയാണ് എന്നും പറയുന്നുണ്ട്. അതിനുശേഷം ഭ്രാന്തനായിട്ടുള്ള മിസ്റ്റർ പ്രീസ്റ്റിന്റെ പ്രവൃത്തികൾ മൂലം അമാൻഡയും വോഗലും അപ്രത്യക്ഷമായതിനെ കുറിച്ചും കെന്നിനോട് പറയുന്നുണ്ട്. അവസാനം പറയുകയാണ്, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയണം, നീ അതിനെ എന്നെ സഹായിക്കണം, എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാമെന്ന് കെൻ പറയുകയും ചെയ്യുന്നു. ഡെറിക്കിനെ നോക്കുകയാണെങ്കിൽ അവൻ ഇപ്പോൾ ഉള്ള സ്ഥലത്തിന്റെ അടയാളങ്ങളെ കുറിച്ചാണ് അവൻ ടോഡിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാർഡനസിന്റെ വീട്ടിൽ തന്നെ അവൻ ഉണ്ട് എന്നും പ്രത്യേകം പറയുന്നുണ്ട്. എന്നാൽ അവന്റെ വിശദീകരണം കേട്ട് കഴിയുമ്പോൾ അവൻ ആ വീട്ടിൽ തന്നെയാണോ എന്ന് ടോഡിന് പോലും സംശയമാകുന്നു. കാരണം ഒരുപാട് ഡെക്കറേഷൻസ് ഉള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ ഉള്ളിലാണ് താനെന്നാണ് ഡെറിക് പറഞ്ഞത്. അത് മാത്രമല്ല വാതിൽ തുറക്കുമ്പോൾ പുറം ലോകമല്ല കാണുന്നത്. ടോഡ് നോക്കുമ്പോൾ കാണുന്നത് വർഷങ്ങളായിട്ട് ഉപേക്ഷിക്കപ്പെട്ട ആ വീടിന്റെ ഉൾവശം മാത്രമാണ്. ടോഡാകട്ടെ അതിനുശേഷം ഡെറിക്കിനോട് കാമായിട്ട് എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് ചോദിക്കുന്നു. ഡെറിക് അപ്പോൾ പറയുകയാണ്, പാൻഡോട്രോസ്റ്റ് നമ്മളോട് പറഞ്ഞിരുന്നില്ലേ അവനൊരു വീടിന്റെ ഉള്ളിൽ നിന്നാണ് വന്നതെന്ന്, അത് കാർഡൻസിന്റെ ഈ വീട് തന്നെ ആയിരിക്കുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. എനിക്ക് ഉറപ്പായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഹോൾ ഉണ്ടായിരുന്നു. അത് പരിശോധിക്കുന്ന സമയത്തായിരുന്നു അതിന്റെ ഉള്ളിലേക്ക് വീണ് ഞാൻ ഇവിടെ എത്തപ്പെട്ടത്. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ടോഡ് ഫോൺ ഷെർലോക്കിന് കൊടുത്തതിന് ശേഷം ആ ഹോള് അന്വേഷിച്ചു പോകുന്നു. അത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഡെറിക്കിനോട് അതിനെപ്പറ്റി ഷെർലോക്ക് വഴി പറയുന്നുണ്ട്. എന്നാൽ ഡെറിക് അത് കേട്ട് കഴിയുമ്പോൾ പറയുന്നത് ഒരിക്കലും അവനോട് അതിലേക്ക് ചാടരുത് എന്നാണ്. കാരണം ആ ഹോള് വഴി അവൻ ചെന്നെത്തിയത് ഒരു മുറിയിലേക്കായിരുന്നു. തിരിച്ചു കയറാമെന്ന് കരുതിയപ്പോൾ ആ ഹോള് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ടോഡ് ഉടനെ തന്നെ ലാഡറോ കയറോ വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ ഡെറിക് ഉടനെ തന്നെ പറയുകയാണ്, ഇവിടെ വേറെ ആരും ഉണ്ട്, ഞാൻ വേറെ കുറെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ടോഡ് അത് കേട്ട് ആ ഹോളിലേക്ക് കയറി അവന്റെ അടുത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവനെയും അപകടത്തിലാക്കാൻ ഡെറിക് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വേണ്ട എന്ന് പറയുന്നു. തിരിച്ചു പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയുക പോലുമില്ല. ആ സ്ഥിതിക്ക് നിന്നെയും ഇവിടെ ട്രാപ്പിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ടോഡ് ചോദിക്കുന്നു. അതിനുള്ള വഴിയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അവനൊരു വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിന്റെ പുറത്ത് ഒരുപാണ് വാതിലുകളാണുള്ളത്. അമാൻഡയെ നോക്കുകയാണെങ്കിൽ ഫാർസൺ എല്ലാ കാര്യങ്ങളും അമാൻഡയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ ഡെൻഡമോറിലെ രാജ്ഞിയുടെ മകനാണെന്നും അവരെ എല്ലാവരെയും തട്ടിക്കൊണ്ടുവന്നത് ദുഷ്ടനായിട്ടുള്ള മേജിന്റെ ആളുകളാണെന്നും ഇംഗിൾനുക്കും ഡെൻഡിമോറും തമ്മിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് വിച്ച് ആയിട്ടുള്ള വക്തി വാപ്നിസിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുന്ന സമയത്താണ് തന്നെ ഇവർ പിടിച്ചുകൊണ്ട് വന്നതെന്നും ഫാർസൺ പറയുന്നു. എന്നാൽ അതൊന്നും കേട്ടിട്ട് അമാൻഡയ്ക്ക് വലുതായിട്ടൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൾ ഒരു സിഗരറ്റ് വലിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നു. ലൈറ്ററും സിഗരറ്റും ഒക്കെ കാണുമ്പോൾ ഫാർസൺ ശരിക്കും അതിശയിക്കുന്നുണ്ട്. പാൻഡോട്രോസ്റ്റിനെ നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ബാർട്ടിനോടും പറയുന്നതായിട്ട് കാണിക്കുന്നു. വക്തി വാപ്നിസിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് പ്രവചനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി പാൻഡോട്രോസ്റ്റ് ഇങ്ങോട്ട് വന്നത്. മേജിന്റെ വലിയ ദുഷ്ട ആർമിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെ. പ്രവചനം പൂർത്തിയായില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളായിരിക്കും നടക്കാൻ പോകുന്നതെന്നും പാൻഡോട്രോസ്റ്റ് പറയുന്നതായിട്ട് കേൾക്കാം. വക്തി വാപ്നിസി എന്ന ഫോറസ്റ്റ് വിച്ചിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ആ ഫോറസ്റ്റ് വിച്ചിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് പ്രവചനം പൂർത്തിയാക്കുന്നതിനും ഡെറിക് ജെന്റിയെ കണ്ടുപിടിക്കുന്നതിനും പാൻഡോട്രോസ്റ്റ് ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ താനും ഒരിക്കൽ ഡെറിക്കിനെ ഇതേപോലെ തേടി പോയിട്ടുണ്ടെന്നുള്ള കാര്യവും ബാർട്ട് പറയുന്നതായിട്ടും കേൾക്കാം. ഡെറിക് പറയുന്നതനുസരിച്ച് പുറമേയുള്ള വീടിനേക്കാളും വലിയൊരു സ്ഥലത്താണ് അവനിപ്പോൾ ഉള്ളത്. ടോഡ് അപ്പോൾ പുറത്തു കടക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് വീണ്ടും അവനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഡെറിക്കിന് മനസ്സിലാകുന്നത്. ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ടോഡ് അതാരാണ് എന്ന് നോക്കാൻ പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും മുതിരാതെ അവനൊരു മുറിയിലേക്ക് കയറുന്നു. ഇത്രയൊക്കെ ദൂരം സഞ്ചരിച്ചിട്ടും ഫോണിന്റെ വള്ളി ഇതുവരെയും തീർന്നിട്ടില്ല എന്നതാണ് അതിശയം. അവനെ എന്താണ് ഫോളോ ചെയ്യുന്നതെന്നും ഇതേ സമയം കാണിക്കുന്നുണ്ട്. കൂർത്ത നഖങ്ങളുള്ള ഒരു പ്രത്യേകതരം ബീസ്റ്റ് ആണ്. പിന്നെ കാണിക്കുന്നത്
4 മിസ്സിംഗ് ആയിട്ടുള്ളവരെ കുറിച്ച് അന്വേഷിക്കാൻ വന്നിരിക്കുന്ന ടീനയെയും ഫാറയെയുമാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ കുറച്ച് ചാരം മാത്രമേ അവർ കാണുന്നുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സൂസി അവരെ ചാരമാക്കിയിരിക്കുന്നു. ഈ സംഭവം വിളിച്ചറിയിച്ച വ്യക്തി അവരിൽ ഏതോ ഒരു സ്ത്രീയെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ എന്നോട് പറയാതെ അവൾ പോകില്ല. പക്ഷെ അവളുടെ ആഭരണങ്ങൾ ഈ പൊടിയിൽ ഉപേക്ഷിച്ചിട്ട് എന്തിനാണ് അവൾ പോയതെന്ന് മനസ്സിലാകുന്നില്ല. ആ ചാരം മരിച്ചുപോയ 4 പേരുടെയും ആണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അതിൽ നിന്ന് ചില ആഭരണങ്ങൾ കത്തി നശിക്കാതെ അവർക്ക് കിട്ടുന്നുണ്ട്. ഒരു സ്ത്രീയുടെ വാച്ച് മനസ്സിലാക്കി അത് തനിക്ക് അറിയാവുന്ന സ്ത്രീയുടേതാണെന്ന് ടീന പറയുന്നുണ്ട്. ഈ വിവരം വിളിച്ചറിയിച്ച വ്യക്തിയുടെ പ്രിയപ്പെട്ട ഒരു സ്ത്രീ അവരുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒന്നും പറ്റാതിരുന്നാൽ മതി എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഫാറ പറയുകയാണ് തീർച്ചയായും എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അയാൾക്ക് അത് കേട്ട് ശരിക്കും ദേഷ്യമാകുന്നുണ്ടെങ്കിലും അയാളോട് ടീന കൂൾ ആകാൻ പറയുന്നു. അതിനുശേഷം അതിലൊന്നും തുടരുത് എന്ന് പറഞ്ഞിട്ട് ഫാറയുടെ രഹസ്യമായിട്ട് ടീന സംസാരിക്കുകയാണ്. ഫാറ പറയുകയാണ് 5 വൈൻ ഗ്ലാസ് ആണ് ഇവിടെ ഉള്ളത്, പക്ഷേ 4 ചാരം മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എന്നാൽ ഫാറ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ടീനയ്ക്ക് മനസ്സിലാകുന്നില്ല. ഡെറിക്കിനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഡെറിക്ക് ഓരോ സ്ഥലങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഷെർലോക്കിന് ടീനയുടെ കോള് വരുന്നു. ഡെറിക്ക് ആകട്ടെ ടെലിവിഷന്റെ ശബ്ദം കേട്ട് ഒരു മുറിയിലേക്ക് കയറുന്നു. അവിടെ വെച്ച് ഡെറിക്ക് പറയുകയാണ് ഇതൊരു ക്ലൂ ആണെന്നാണ് തോന്നുന്നത്. ഈ സ്ഥലത്ത് ഇതുവരെയും കണ്ട സാധനങ്ങളൊന്നും സാധാരണ വീടുകളിൽ ഇല്ലാത്ത സാധനങ്ങളായിരുന്നു. പക്ഷേ ഈ മുറിയിലെ സാധനങ്ങൾ അങ്ങനെയല്ല. അപ്പോഴേക്കും ഷെർലോക്ക് തിരിച്ചു വന്നിട്ട് പറയുകയാണ് ടീനയ്ക്ക് ഒരു പ്രത്യേക കേസ് കിട്ടിയിട്ടുണ്ട്. ഹോളിസ്റ്റിക് കേസ് പോലെയാണ് തോന്നുന്നത്. ആളുകൾ മിസ്സിംഗ് ആവുന്നതുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. ഡെറിക്ക് ഇതേ സമയം തന്നെ ഫോളോ ചെയ്യുന്ന ശബ്ദം അടുത്തു വരുന്നു എന്ന് പറയുന്നു. ടോഡ് ഉടനെ തന്നെ പറയുകയാണ് ഒരുപക്ഷെ നമ്മൾ അന്വേഷിക്കുന്ന കുട്ടി അവിടെ ട്രാപ്പായിട്ട് കിടക്കുന്നുണ്ടാകുമോ? അവനും നിന്റെ പോലെ ഹോളിലൂടെ കയറി അവിടെ ട്രാപ്പിലാക്കപ്പെട്ടതാണെങ്കിലോ? ഇതൊക്കെ നടക്കേണ്ട കാര്യമാണെങ്കിലോ? അങ്ങനെയെങ്കിൽ തന്നെ ഫോളോ ചെയ്യുന്നത് ആരാണെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഡെറിക്ക് സർവ്വശക്തിയും എടുത്ത് അത് ആരാണെന്ന് നോക്കുന്നു. ഭീമാകാരമായിട്ടുള്ള ആ രൂപം എന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. പക്ഷേ സൈസ് വെച്ച് എന്തോ വലിയൊരു ബീസ്റ്റ് ആണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പുറകിൽ നിന്നുള്ള വ്യൂ മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് കണ്ട് ഡെറിക്ക് പേടിച്ചോടുന്നതായിട്ട് കാണിക്കുന്നു. ടോഡ് എന്ത് പറ്റി എന്ന് പല പ്രാവശ്യവും ആവർത്തിച്ച് ചോദിക്കുന്നുമുണ്ട്. ഫാറയെയും ടീനയെയും നോക്കുകയാണെങ്കിൽ അവർ ഇപ്പോൾ കാറിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചെറിയ സംശയമുണ്ട് ആ ചാരം സൂചിപ്പിക്കുന്നത് കാണാതായ 4 പേരെയും ആയിരിക്കുമോ എന്ന്. എന്നാൽ ടീന ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഫാറ പറയുകയാണ് ഡെറിക്കിനെ കണ്ടതിന് ശേഷം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ എല്ലാത്തിനുമുള്ള ഉത്തരം നമുക്ക് കിട്ടും. അതിനുശേഷം ഫാറ പറയുകയാണ് എന്നാലും 5ാമത്തെ വ്യക്തി ആരായിരിക്കും? പെട്ടെന്ന് എന്തോ കിട്ടിയതുപോലെ ടീന പറയുകയാണ് അത് വേറെ ആരുമായിരിക്കില്ല, സൂസി ബോർട്ടൺ ആയിരിക്കും. അവൾക്ക് ഇവരെ 4 പേരെയും അറിയാമെന്ന് മാത്രമല്ല ഇവരുമായിട്ട് എന്തോ പ്രശ്നവുമുണ്ട്. ബാർട്ട് പറഞ്ഞതും അവളെ കുറിച്ച് തന്നെയല്ലേ? അത് മാത്രമല്ല ഡെറിക്കും ടോഡും ഒക്കെ അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ ആക്രമിക്കപ്പെട്ടില്ലേ? ഒട്ടും സംശയിക്കാതെ അവർ അതിനുശേഷം സൂസിയുടെ വീട്ടിലേക്ക് വെച്ചിരിക്കുകയാണ്. സൂസിയെ നോക്കുകയാണെങ്കിൽ അവളുടെ ഭർത്താവ് റോബോട്ടിനെ പോലെയാണെങ്കിലും മേജിന്റെ വീഡിയോ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ വീഡിയോയുടെ അവസാനം അവൾ കണ്ടില്ലായിരുന്നു. അതിൽ മേജ് അവസാനം ഇങ്ങനെ പറഞ്ഞിരുന്നു നമ്മൾ ഉടനെ തന്നെ കാണുമെന്ന്. അത് കണ്ട് സൂസി ശരിക്കും ഞെട്ടുന്നതായിട്ട് കാണിക്കുന്നു. ഡെറിക്കാകട്ടെ ഒരുപാട് ഓടി എത്തപ്പെടുന്നത് ഒരു പ്രത്യേക മുറിയിലായിരുന്നു. ഫോണിന്റെ വള്ളിയെല്ലാം പ്രത്യേക രീതിയിൽ കുരുങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഡെറിക്ക് കയറിയിരിക്കുന്നത് ഒരു കിച്ചണിലേക്കായിരുന്നു. അവിടെ ഒരു ടേബിളിൽ കത്രിക തറഞ്ഞു കയറിയിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരുപാട് ചോരയും വരുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ടോഡിനോടും വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. വോഗലിനെ നോക്കുകയാണെങ്കിൽ അവൻ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നു. അവന്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കൽ ആണെന്ന് കാണുമ്പോൾ തങ്ങളെ തുറന്നു വിടാൻ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് അമാൻഡെ കരഞ്ഞപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ എത്രയൊക്കെ കരഞ്ഞപേക്ഷിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അവിടെ അവസാനം ഉണ്ടായിരുന്ന ആളും അവിടുന്ന് പോകുന്നു. ഡെർക്കിനെ നോക്കുകയാണെങ്കിൽ ഇത് എളുപ്പമുള്ള കേസല്ല എന്ന് പറയുമ്പോഴേക്കും ആ ബീസ്റ്റ് അവന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. അവൻ പേടിച്ച് അവിടെ ഉണ്ടായിരുന്ന സിസേഴ്സ് ടേബിളിൽ നിന്നും ഊരി അതിന്റെ നേരെ നീട്ടുന്നുണ്ട്. അവൻ അപകടത്തിലാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ടോഡും അവരുടെ കയ്യിലുണ്ടായിരുന്ന എയർ ഗണ്ണുമായിട്ട് ആ ഹോളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു. അതിലൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഡെർക്ക് പറഞ്ഞത് ശരിയാണെന്ന് അവന് മനസ്സിലായത്. കാരണം തിരിച്ചു കയറാൻ ഹോൾ അവിടെ ഇല്ല. അതിനുശേഷം ഡെർക്കിന്റെ അടുത്ത് എത്തിക്കഴിയുമ്പോഴാണ് ആ മോൺസ്റ്റർ അവരുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നത്. ഉടനെ തന്നെ ടോഡ് അവന്റെ കയ്യിലുണ്ടായിരുന്ന എയർ ഗൺ അതിന്റെ നേരെ പ്രയോഗിക്കുന്നു. അതുമൂലം അത് തെറിച്ചു പോകുമെങ്കിലും വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡെറിക്കിനെയും കൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് എടുത്ത് ചാടാൻ പോവുകയാണ് ടോഡ്. എന്നാൽ ഡെറിക്ക് അതിനെ സമ്മതിക്കുന്നില്ല. ടോഡ് പറയുകയാണ് ഈ മോൺസ്റ്ററിന്റെ കയ്യിൽ പെടുന്നതിനേലും നല്ലത് അതാണ്. അതും പറഞ്ഞുകൊണ്ട് ബലപ്രയോഗത്തിലൂടെ ഡെറിക്കിനെയും കൊണ്ട് അവിടേക്ക് എടുത്ത് ചാടുകയാണ്. അത് തന്നെയായിരുന്നു പുറത്തേക്കുള്ള വഴി. സന്തോഷത്തോടെ ഡെറിക്ക് പറയുകയാണ് നീ പറഞ്ഞത് ശരിയായിരുന്നു. എന്നാൽ ടോഡ് അവൻ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതിനൊരു കാരണമുണ്ട്, ഇപ്പോൾ തന്നെ മനസ്സിലാകും. അമാൻഡയെ നോക്കുകയാണെങ്കിൽ അമാൻഡയുടെ കയ്യിൽ എർത്തിന്റേതിന് സമാനമായിട്ടുള്ള എന്തൊക്കെയോ പ്രത്യേക ശക്തികൾ പ്രത്യക്ഷമാകുന്നുണ്ട്. അതുമൂലം അമാൻഡയെ അലറി വിളിച്ച് കരയുകയാണ്. എന്നാൽ ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്. അത് വാൻഡിമോറിലുള്ളവരുടെ പ്രത്യേകതയാണോ എന്നറിയില്ല. ഫാർസിനും ആ ബീസ്റ്റിനും ഒക്കെ അവരുടെ കയ്യിലുള്ള പ്രത്യേക ശക്തി കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരത് കണ്ട് ശരിക്കും പേടിക്കുന്നുമുണ്ട്. ആ ബീസ്റ്റ് അത് കണ്ട് അമാൻഡയെ തൊടുകയും എർത്ത് കിട്ടിയതുപോലെ തെറിച്ചു പോവുകയും ചെയ്യുന്നു. വോഗലാണ് അതിനുശേഷം ഒരു വിധത്തിൽ അവന്റെ ശക്തി ഉപയോഗിച്ച് അവളെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത്
അതുമൂലം അമാൻഡയ്ക്ക് പ്രത്യേകം വിഷൻസ് ഉണ്ടാവുകയും അവൾ കേജിലായിരിക്കുന്നത് പോലെയുള്ള ഒരു വിഷൻ ടോഡിനും ഉണ്ടാവുകയും ചെയ്യുന്നു. അതും അവന്റെ തൊട്ട് മുമ്പിൽ തന്നെ. അമാൻഡെ എന്ന് വിളിച്ചുകൊണ്ട് ടോഡ് ഉടനെ തന്നെ അങ്ങോട്ട് പോവുകയാണ്. എന്നാൽ ഡെറിക്കിന് അതൊന്നും കാണാൻ സാധിക്കുന്നില്ല. അമാൻഡെ ടോഡ് ടോഡ് എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്. എന്നാൽ അമാൻഡയുടെ അടുത്തെത്തുമ്പോഴേക്കും ടോഡിന് എർത്ത് കിട്ടി അവൻ വീഴുകയാണ്. കാരണം വോഗല് അമാൻഡയെ പൂർണ്ണമായിട്ടും ഹീല് ചെയ്തിട്ടുണ്ടായിരുന്നു. അമാൻഡയെ നോക്കുകയാണെങ്കിൽ അമാൻഡയും അതേസമയം കണ്ടുകൊണ്ടിരുന്നത് ടോഡിനെ തന്നെയായിരുന്നു. അതെല്ലാം കണ്ടിട്ട് ഫാർസൻ പറയുകയാണ്, നിന്റെ കയ്യിലുള്ള പ്രത്യേക വെളിച്ചം ഞാൻ കണ്ടിരുന്നു. അവർ പറഞ്ഞതെല്ലാം ശരിയാണല്ലേ, നിങ്ങൾ മന്ത്രവാദിനികളാണല്ലേ, അവർക്ക് ഇതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ടെന്ന് അമാൻഡയ്ക്ക് ഇതുവഴി മനസ്സിലാകുന്നു. ടോഡിനെ നോക്കുകയാണെങ്കിൽ ഷെർലോക്കും അവന്റെ അടുത്തേക്ക് വന്ന് ഒരു വിധത്തിൽ അവന്റെ മെഡിസിൻ എടുത്ത് അവനെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. കെന്നിനെ നോക്കുകയാണെങ്കിൽ അവൻ പറയുകയാണ്, ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം കഴിവുകൾ ഉള്ളവരെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇവരുടെ ശക്തി വർക്കാകണമെങ്കിൽ ഇവരെ ഇങ്ങനെ ലോക്ക് ആക്കിയിട്ടിട്ട് ഒരു കാര്യവുമില്ല. എങ്ങനെയാണ് അവരെ തിരികെ കൊണ്ടുവരേണ്ടതെന്ന് എനിക്കറിയാം. അതിന് ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷേ എന്നെ ഇവിടെ നിന്ന് പുറത്തു കടത്തണം. ടോഡിനെ നോക്കുകയാണെങ്കിൽ അവന് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഷെർലോക്ക് അവരോട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. എന്നാൽ അതൊന്നും ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഡെറിക്ക് അവിടെ നിന്ന് എടുത്ത കത്രി എടുത്തുകൊണ്ട് പറയുകയാണ്, ഇതാണ് കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം. മരത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടിയിരുന്നല്ലോ, അതിന്റെ തലയിൽ ഉണ്ടായിരുന്ന പാടുകൾ ഈ കത്രിയുടെ പാടുകളാണ് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഫാറയെയും ടീനയെയും നോക്കുകയാണെങ്കിൽ സൂസിയുടെ വീടിന്റെ മുന്നിൽ വന്ന് ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂസി വാതിൽ തുറക്കാൻ പോകുമ്പോൾ തന്നെ പുറകിൽ നിന്ന് മെയ്ജ് വന്ന് അവളെ തടയുന്നു. ബെല്ലടിച്ചിട്ടും തുറക്കാതിരുന്നത് കൊണ്ട് തന്നെ ഫാറ ഹെയർ പിൻ ഉപയോഗിച്ച് ലോക്ക് തുറന്ന് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു. സൂസി ഒരു പക്ഷെ അവിടെ ഉണ്ടാകില്ല എന്ന് കരുതിയാണ് അകത്തേക്ക് കയറാൻ ഒരുങ്ങിയത്. പക്ഷെ അപ്പോഴേക്കും ടീനയ്ക്ക് ഷെർലോക്കിന്റെ കോള് വന്നു. നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കോളായിരുന്നു അത്. ഡെറിക്കിനെ കാർഡനസിന്റെ വീട്ടിൽ നിന്ന് കൊലപാതകത്തിന് ഉപയോഗിച്ച കത്രി കിട്ടി എന്ന് കേൾക്കുമ്പോൾ ഫാറ പോലും അതിശയിക്കുന്നുണ്ട്. കാരണം അരിച്ചു പെറുക്കി ആ സ്ഥലം അന്വേഷിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ സൂസിയുടെ വീട്ടിൽ കയറാതെ അവർ തിരികെ പോകുന്നു. അവർ പോയ ഉടനെ തന്നെ സൂസി മേജിന്റെ കയ്യിൽ നിന്ന് വഴുതി മാറി മേജിനെ അവളുടെ കയ്യിലുണ്ടായിരുന്ന മാജിക്കൽ സ്റ്റിക്ക് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മേജിനെ തൊടാൻ പോലും അവൾക്ക് സാധിക്കുന്നില്ല. ഫാറ ആ കത്രിക തലയോട്ടിയിലെ ദ്വാരങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ് കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ കത്രിക പുതിയതാണ്, അതിലുള്ള രക്തവും അതേപോലെ തന്നെ. ഓരോന്നിനുമുള്ള തുമ്പുകൾ കിട്ടുന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉത്തരം അവർക്ക് കിട്ടുന്നില്ല. നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ കണക്റ്റഡ് ആയിരിക്കുമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഡെറിക്ക് അവിടെ മിണ്ടാതിരിക്കുകയാണ്. കാരണം ഡെറിക്കിന് പോലും ഇതിന് പിന്നിലുള്ള യഥാർത്ഥ സത്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതിനുശേഷം ടോഡ് ഡെറിക്കിന്റെ അടുത്ത് ഒറ്റയ്ക്ക് ചെന്ന് ഇങ്ങനെ പറയുകയാണ്, നിനക്ക് ഞങ്ങൾ പ്രഷർ തരുന്നതിൽ ക്ഷമിക്കണം. എനിക്കറിയാം ഇതെല്ലാം ഇങ്ങനെയല്ല വർക്ക് ചെയ്യുന്നതെന്ന്. ഡെറിക്ക് പറയുന്ന ഉത്തരം ഇതായിരുന്നു, എനിക്ക് വേണ്ടത് എന്നെ മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ടിനെയാണ്. പക്ഷേ ഞാൻ കാരണം നീ അപകടത്തിലാകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ആ മോൺസ്റ്റർ നമ്മളെ കൊന്നിരുന്നെങ്കിലോ, ആ വിൻഡോയിലൂടെ നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കാതിരുന്നെങ്കിലോ, അതാണ് ഡെറിക്കിന്റെ മൈൻഡിൽ എന്ന് മനസ്സിലാക്കി ടോഡ് പറയുകയാണ്, നിനക്കറിയാമോ എനിക്ക് ആ അസുഖം വന്ന സമയത്ത് ഞാൻ അമാൻഡയെ അവിടെ കണ്ടിരുന്നു. എനിക്കുറപ്പാണ് അമാൻഡെ വാൻഡിമോറിൽ എവിടെയോ ട്രാപ്പിലാണ്. എന്ത്, അമാൻഡയെ നീ കണ്ടുവെന്നു? അത് കേട്ട് എന്തോ മനസ്സിലാക്കിയവനെ പോലെ ഡെറിക്ക് പറയുകയാണ്, നമുക്ക് ഉടനെ തന്നെ പാൻഡോട്രോസിനെയും കൂട്ടി കാർഡനസിന്റെ വീട്ടിലേക്ക് പോകണം. ഡെറിക്കിന് എന്തോ ക്ലൂ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ ടോഡിന് സന്തോഷമാകുന്നു. അമാൻഡയെയും മറ്റുള്ളവരെയും നോക്കുകയാണെങ്കിൽ ഫാർസനെ കൊണ്ടുപോകാൻ വേണ്ടി മേജിന്റെ ഒരാൾ വന്നിട്ടുണ്ട്. മേജിന്റെ മറ്റുള്ള ആളുകൾ അപ്പോൾ ആ വ്യക്തിയോട് മറ്റുള്ളവരെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അയാൾ പറയുകയാണ്, അവരെ അങ്ങ് കൊന്നു കളഞ്ഞേക്കൂ. അതിനുശേഷം ആദ്യം അമാൻഡയെയും വോഗലിനെയുമാണ് കൊല്ലാൻ ഒരുങ്ങുന്നത്. അമാൻഡെ അപ്പോൾ കരഞ്ഞുകൊണ്ട് വോഗലിനോട് അവനെ രക്ഷിക്കാൻ സാധിക്കാത്തതിൽ ക്ഷമാപണം നടത്തുന്നുണ്ട്. എന്നാൽ വോഗൽ അതൊന്നും കുഴപ്പമൊന്നും ഇല്ല എന്ന രീതിയിൽ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നു. അത് കേട്ട് ഇപ്പോൾ വന്ന വ്യക്തി അവളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് അവളെ പിടിക്കാൻ പറയുന്നു. എന്നാൽ അവളെ പിടിക്കുമ്പോൾ തന്നെ വീണ്ടും അവൾക്ക് ആ അസുഖം വരികയാണ്. വീണ്ടും പ്രത്യക്ഷമാകുന്നത് ഇലക്ട്രിസിറ്റി പോലെയുള്ള പവറാണ്. അത് കണ്ട് അവൾ പേടിച്ചുവെങ്കിലും എല്ലാവരും പറയുന്നത് അവൾ മന്ത്രവാദിനിയാണെന്നാണ്. അത് മാത്രമല്ല എന്തായാലും മരിക്കാൻ പോവുകയാണല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ പേടി പോയിരുന്നു. ശേഷം ആ ശക്തി തന്നെ അവരുടെ നേരെ പ്രയോഗിക്കുകയാണ്. അങ്ങനെ അവളുടെ ഇലക്ട്രിക്കിന്റെ ശക്തി ഉപയോഗിച്ച് എല്ലാവരെയും ബോധം കെടുത്താൻ സാധിക്കുന്നുണ്ട്. വോഗലാകട്ടെ അപ്പോഴേക്കും അവളെ ഹീലും ചെയ്തിരുന്നു. ഫാർസൻ പറയുന്നുണ്ടായിരുന്നു, എനിക്കറിയാമായിരുന്നു ഇതൊക്കെ സംഭവിക്കുമെന്ന്. മേജിന്റെ ആളുകൾക്ക് ബോധം വരുന്നതിന് മുമ്പേ അവരവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. പോകുന്നതിന് മുമ്പേ ഫാർസനെയും ആ ബീസ്റ്റിനെയും റിലീസ് ആക്കുന്നുണ്ട്. ബീസ്റ്റ് വേറെ വഴിക്കാണ് പോകുന്നത്. ഫാർസൻ അവരുടെ കൂടെ തന്നെ വരുന്നു. പിന്നെ കാണിക്കുന്നത് ഡെറിക്കും ഷെർലോക്കും ടോഡും പാൻഡോട്രോസ്റ്റും കൂടെ കാർഡനസിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നതാണ്. അവിടെ ആകെ പരിശോധിച്ചു കഴിയുമ്പോൾ മതിലിനോട് ചേർന്നിരിക്കുന്ന ഒരു ബെഡ് കാണുന്നു. അത് തറയിലേക്ക് ഇട്ടിട്ട് ഡെറിക്ക് ട്രോസ്റ്റിനോട് ഈ ബെഡിലേക്കല്ലേ വന്ന് വീണതെന്ന് ചോദിക്കുന്നു. അതെ എന്ന് ട്രോസ്റ്റ് പറയുകയും ചെയ്യുന്നു. ടോഡ് അപ്പോൾ ആ സ്ഥലം മുഴുവനും നിരീക്ഷിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന മതിലിൽ ഒട്ടിച്ചിരിക്കുന്നതിന്റെ പുറകിൽ ചെറിയ ചിത്രങ്ങൾ ഡെറിക്ക് കാണുന്നത്. അത് പറിച്ചു നോക്കി കഴിയുമ്പോൾ ഏതാനും ചിത്രങ്ങൾ കാണുന്നുണ്ട്. അവരുടെ സഹായത്തോടെ മുഴുവനും
വാർത്ത നോക്കി കഴിയുമ്പോൾ ഒരു കഥ തന്നെയാണ് അവിടെ കാണുന്നത്. ഏതോ ഒരു കുട്ടി വരച്ച വാൻഡിമോറിന്റെ മുഴുവനും ചരിത്രവും അതിൽ അടങ്ങിയിരിക്കുന്നു. അത് വാൻഡിമോർ ആണെന്ന് മനസ്സിലാക്കിയത് ട്രോസ്റ്റ് അത് തന്റെ വീടാണ് എന്ന് പറഞ്ഞതിലൂടെയാണ്. മെയ്ജ് ആകട്ടെ എല്ലാ കാര്യങ്ങളും ഇതേ സമയം സൂസിയോട് പറയുന്നു. വാൻഡിമോർ എന്ന ആ മനോഹരമായ സ്ഥലത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെയ്ജ് ആണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് പ്രോഫസി തകർക്കുന്നതിന് വേണ്ടിയാണ്. എന്നെ നിനക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഞാനാണ് ഈ രണ്ടാമത്തെ സ്റ്റിക്ക് ഉണ്ടാക്കിയത് പോലും. എന്നെ സഹായിക്കാൻ ഒരാളെ കണ്ടെത്തി അയാൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി. സൂസി അപ്പോൾ താൻ ആരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല, നല്ലൊരു വ്യക്തിയാകാൻ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. മെയ്ജ് പറയുകയാണ്, അറിയാം നീ നല്ലതല്ല, അതിലും ബെറ്റർ ആണ്. ഞാനിത് നിനക്ക് തരാൻ തയ്യാറാണ്. ഒരു രാജ്ഞിയെ പോലെ പിന്നീട് നിനക്ക് ജീവിക്കാം. ഞാൻ പറയുന്നത് അതേപോലെ ചെയ്താൽ മാത്രം മതി. അല്ല നിനക്ക് നിന്റെ പഴയ ജീവിതം തന്നെ മതിയെങ്കിൽ ഓക്കെ. അതെല്ലാം കേട്ട് സൂസി പറയുകയാണ്, ഇല്ല എനിക്ക് എന്റെ പഴയ ജീവിതത്തിലേക്ക് പോകേണ്ട. അവൾ അത് വാങ്ങാൻ തയ്യാറാകുന്നു. ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഡെറിക് ജെൻലിയെ കൊല്ലണം എന്ന് പറയുന്നു. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഒട്ടും സമയമില്ലാതിരുന്നത് കൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും പരിഗണിക്കാതെ റെക്കോർഡ് ചെയ്തത്. ഇപ്രാവശ്യം അതെല്ലാം ക്ഷമിക്കുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി നമ്മളോടൻ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.